നമസ്കാരം. ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഡീപ് ഫേക്ക് എന്ന ടെക്നോളജി ആണ്. എന്താണ് ഡീപ് ഫേക്ക്? നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങളും വീഡിയോകളും ഓഡിയോകളും സൃഷ്ടിക്കുന്നതിനെയാണ് ഡീപ് ഫേക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡീപ് ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ച് വ്യാജ അഥവാ ഫേക്ക് വീഡിയോ നിർമ്മിക്കുന്നതിൽ നിന്നാണ് ഡീപ് ഫേക്ക് എന്ന പദത്തിൻ്റെ ആവിർഭാവം. എങ്ങനെ വന്നു ഡീപ് ഫേക്ക് അല്ലെങ്കിൽ ഡീപ് ഫേക്കിൻ്റെ ചരിത്രം? സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യക്തികളുടെയും മറ്റും ഫോട്ടോ മാറ്റുന്ന പതിവ് വളരെ മുൻപ് തന്നെ നിലവിലുണ്ട്. ഫോട്ടോ മാനിപ്പുലേഷൻ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ആദ്യകാലത്ത് സിനിമാ നിർമ്മാണ വ്യവസായത്തിൽ ആയിരുന്നു ഇത് കൂടുതലും ഉപയോഗിച്ചത്. ഡിജിറ്റൽ വീഡിയോകൾ വന്നതോടെ ഫോട്ടോ മാനിപ്പുലേഷൻ സാങ്കേതിക വിദ്യ പരിഷ്കരിക്കപ്പെട്ടു. നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോ മാനിപ്പുലേഷനെ ഡീപ് ഫേക്ക് എന്ന രൂപത്തിലേക്ക് മാറ്റിയത്. എങ്ങനെയാണ് ഡീപ് ഫേക്കിൻ്റെ പ്രവർത്തനം? ഡീപ് ഫേക്ക് വീഡിയോ സാധാരണയായി മുഖങ്ങൾ മാറ്റുകയോ മുഖഭാവങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നു. ഇത് എങ്ങനെയെന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു. മുഖം മാറ്റുന്നതിൽ ഇടതുവശത്തുള്ള മുഖം മറ്റൊരാളുടെ ശരീരത്തിൻ്റെ ചിത്രത്തോട് ചേർക്കുന്നു. ഫേഷ്യൽ മാനിപ്പുലേഷനിൽ ഇടതുവശത്തുള്ള മുഖത്തിൻ്റെ ഭാവങ്ങൾ വലതുവശത്തുള്ള മുഖം അനുകരിക്കുന്നു. ഇത് സാധ്യമാകുന്നത് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കാൽ ആണ്. മനുഷ്യ മസ്തിഷ്കത്തിനെ അനുകരിക്കുന്ന കമ്പ്യൂട്ടേഷണൽ മോഡലാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ലെയറുകൾ ആയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെയറുകൾ, ഒന്നിലധികം പ്രോസസ്സിംഗ് ലെയറുകൾ എന്ന രീതിയിലാണ് നെറ്റ്വർക്ക്. ലെയറുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ലേണിംഗ് ഡീപ്പ് ആകും. ജനറേറ്റീവ് അഡ്വസേറിയൽ നെറ്റ്വർക്ക് ഗ്യാൻ എന്ന ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് രീതിയാണ് ഡീപ് ഫേക്ക് വീഡിയോ സൃഷ്ടിക്കുന്നതിൽ ഉപയോഗിക്കുന്നത്. ഒരു ഡീപ് ഫേക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ വികസിപ്പിക്കുന്നതിൽ സാധാരണയായി 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ചിത്രങ്ങൾ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് നൽകുകയും പാറ്റേണുകൾ, അതായത് മുഖങ്ങൾ തിരിച്ചറിയുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും പരിശീലനം നൽകുകയും ചെയ്യുന്നു. ഗ്യാൻ മോഡലിന് റിയലിസ്റ്റിക് ലുക്കിംഗ് ആയിട്ടുള്ള മുഖങ്ങൾ സൃഷ്ടിക്കുന്നതിന് വലിയ അളവിലുള്ള ഡേറ്റ, അതായത് ചിത്രങ്ങളും വീഡിയോകളും ആവശ്യമാണ്. ചിത്രങ്ങളും വീഡിയോകളും മാത്രമേ ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ? അല്ല. ഒരാളുടെ ശബ്ദത്തിൽ അയാൾ പറയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുക, അതാണ് ഓഡിയോ ഡീപ് ഫേക്ക്. ശബ്ദം മാറ്റിയുള്ള തട്ടിപ്പുകൾ ഓഡിയോ ഡീപ് ഫേക്ക് സ്കാം എന്നാണ് അറിയപ്പെടുന്നത്. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വേണ്ടിയാണ് വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നത്. ഒരു ഡീപ് ഫേക്ക് വീഡിയോയുടെ ഉദാഹരണം നമുക്ക് കാണാം. 2023 ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തിയുടെ ഒരു ഡീപ് ഫേക്ക് വീഡിയോ വന്നിരുന്നു. Hi everybody, I am Narayana Murthy and today I want to present our new project together with Elon Musk. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലായിരുന്നു ആ വീഡിയോ. യഥാർത്ഥത്തിൽ ബംഗളൂരുവിലെ ഒരു കോൺക്ലേവിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിന്റെ വീഡിയോ ആണ് ഡീപ് ഫേക്ക് ആക്കി മാറ്റിയത്. സിന്തറ്റിക് വോയിസ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ശബ്ദവും ചേർത്തു. I was a strong leftist when I was a student and then I went to France to work there. എങ്ങനെ ഡീപ് ഫേക്ക് വീഡിയോ തിരിച്ചറിയാം? ഒന്നാമതായി വീഡിയോയിലെ മുഖത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുക. വീഡിയോയിലെ വ്യക്തികളുടെ മുഖത്തെ വിശദാംശങ്ങളും ഭാവങ്ങളും ശ്രദ്ധിക്കുക. കണ്ണുകൾ, പുരികങ്ങൾ, വായുടെ ചലനങ്ങൾ പോലുള്ള മുഖസവിശേഷതകളിൽ അസാധാരണത്വം അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരാളുടെ വായും അതിലെ ചലനങ്ങളും അതേപടി മാറ്റിവെക്കുന്നതിൽ സാങ്കേതിക വിദ്യ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. ഡീപ് ഫേക്ക് വീഡിയോയിലെ നാവിൻ്റെയും പല്ലുകളുടെയും ചുണ്ടുകളുടെയും ഒക്കെ ചലനം അസ്വാഭാവികമായിട്ടാണ് കാണപ്പെടുക. രണ്ടാമതായി സന്ദർഭം വിലയിരുത്തുക. വീഡിയോയുടെ സന്ദർഭവും അനുബന്ധ വിവരങ്ങളും പരിഗണിക്കുക. സെൻസേഷണൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം സൃഷ്ടിക്കാൻ ഡീപ് ഫേക്ക് വീഡിയോകൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ വീഡിയോയുടെ ഉറവിടവും ആധികാരികതയും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമതായി വീഡിയോയിലെ ലൈറ്റിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുക. ലൈറ്റിംഗ് ഡയറക്ഷൻ, നിഴലുകൾ, ഇൻറ്റൻസിറ്റി എന്നിവയിലെ പൊരുത്തക്കേടുകൾ സൂചന നൽകുന്നത് ദൃശ്യത്തിലെ ഘടകങ്ങൾ ഡിജിറ്റലി മാനിപ്പുലേറ്റഡ് ആകുന്നു എന്നാണ്. നാലാമതായി ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. മൈക്രോസോഫ്റ്റ് വീഡിയോ ഓതൻറ്റിക്കേറ്റർ ആപ്പ്, ഡീപ് വെയർ സ്കാനർ, സെൻസിറ്റി AI, ആംപർ ഓതൻറ്റിക്കേറ്റ്
തുടങ്ങിയവ ഡീപ് ഫേക്ക് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയറുകളിൽ ചിലത് ആണ്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഡീപ് ഫേക്ക് ഒരു വില്ലൻ മാത്രമല്ല, മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിലും ഈ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാം. സിനിമ, വിദ്യാഭ്യാസം, വിനോദം, ബിസിനസ്, ഇ കൊമേഴ്സ്, ഫാഷൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഡീപ് ഫേക്ക് കൊണ്ട് ഗുണങ്ങൾ ഏറെയുണ്ട്. ചലച്ചിത്ര നിർമ്മാണത്തിൽ ഡീപ് ഫേക്ക് ഒരു വരം തന്നെയാണ്. ഏതെങ്കിലും കാരണത്താൽ ഒരു അഭിനേതാവിന് ഒരു സിനിമ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് തീർക്കാനാവും. ഡബ് ചെയ്യുകയും ആവാം. ഇ കൊമേഴ്സിൽ ഓൺലൈൻ ഷോപ്പർമാർക്ക് വെർച്വൽ ട്രൈ ഓൺ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഡീപ് ഫേക്ക് ഉപയോഗിക്കാം. വാങ്ങുന്നതിന് മുൻപ് വസ്ത്രങ്ങളോ ആക്സസറികളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ തങ്ങളിൽ എങ്ങനെയുണ്ട് എന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള അവസരം നൽകുന്നു ഡീപ് ഫേക്ക്. വിദ്യാഭ്യാസത്തിൽ ചരിത്ര പഠനത്തിനും ഭാഷാ പഠനത്തിനും ഏറെ ഗുണപ്രദമായ ഒരു സഹായിയായി ഡീപ് ഫേക്കിന് ഉപയോഗിക്കാം. വെർച്വൽ ഫീൽഡ് ട്രിപ്പിലും റോൾ പ്ലേയിലും സിമുലേഷനിലും ഒക്കെ ഏർപ്പെടാൻ ടെക്നോളജി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കും. ഡീപ് ഫേക്കിലെ അപകട സാധ്യതകൾ: ഒന്നാമതായി, തെറ്റായ വിവരണങ്ങൾ സൃഷ്ടിക്കുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വീഡിയോകൾ ഉപയോഗിക്കാം. രണ്ടാമതായി, സാമ്പത്തിക നേട്ടത്തിനായി വ്യക്തികളെ ആൾമാറാട്ടം നടത്തുന്നതിനും ഐഡന്റിറ്റി തെഫ്റ്റ് പോലുള്ള വഞ്ചനാപരമായ ആവശ്യങ്ങൾക്കും ഡീപ് ഫേക്ക് ഉപയോഗിക്കാം. മൂന്നാമതായി, പ്രൈവസി വയലേഷൻസ്. വ്യക്തികളുടെ പേഴ്സണൽ ഡേറ്റ, ചിത്രങ്ങൾ, വീഡിയോ എന്നിവ അവരുടെ സമ്മതം ഇല്ലാതെ കൈകാര്യം ചെയ്യാനും ചൂഷണം ചെയ്യാനും ഡീപ് ഫേക്ക് കാരണമാകും. നാലാമതായി, ദുരുപയോഗത്തിനുള്ള സാധ്യത. പ്രതികാര അശ്ലീലം, സൈബർ ഭീഷണി, അപകീർത്തിപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഡീപ് ഫേക്ക് ടെക്നോളജിയെ ഉപയോഗിക്കാം. സൈബർ ഇടത്തിൽ നമ്മളെ തന്നെ സുരക്ഷിതരാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ: ഓൺലൈനിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഉള്ളടക്കം ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വകാര്യത കോംപ്രമൈസ് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ പോസ്റ്റുകളും ഫോട്ടോകളും മറ്റുള്ളടക്കങ്ങളും ആർക്കൊക്കെ കാണാനാകുമെന്ന് പരിമിതപ്പെടുത്താൻ പ്രൈവസി സെറ്റിംഗ്സ് ഉപയോഗിക്കുക. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത ഇമെയിലുകൾക്കോ സന്ദേശങ്ങൾക്കോ റിക്വസ്റ്റുകൾക്കോ മറുപടിയായി വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നത് എന്നിവ ഒഴിവാക്കുക. നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ അൽഗോരിതം എന്നിവയിലെ മുന്നേറ്റങ്ങളാൽ ഡീപ് ഫേക്ക് ടെക്നോളജി തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വികസനം അവസരങ്ങളും വെല്ലുവിളികളും അവതരിപ്പിച്ചുകൊണ്ട് ഡിജിറ്റൽ മീഡിയ, ആശയവിനിമയം, സമൂഹം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നു. സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നത് തുടരുമ്പോൾ അപകട സാധ്യത ലഘൂകരിക്കുന്നതിനും നല്ല ഫലങ്ങൾക്കായി ഡീപ് ഫേക്ക് ടെക്നോളജിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഗവേഷകർക്കും മനുഷ്യരാശിക്കും കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നന്ദി.